അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പാറ്റകൾ എന്ന പ്രയോഗത്തിൽ നിന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പിറവിയെടുക്കുന്നത്. വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ രാജ്യം ഇതിലൂടെ സാക്ഷിയാവുകയുമുണ്ടായി. ഇപ്പോൾ മറ്റൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്. ദിമാജി നക്സൽ ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയും രൂപീകരിക്കപ്പെട്ടു. എന്താണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതികരിക്കേണ്ടത്? ദിമാഗി നക്സൽ പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കപ്പെട്ടു. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതേ സ്വീകാര്യത അതേ അവസ്ഥയോ ഇതിന് ലഭിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഗതി രൂപപ്പെട്ടു. ആ രൂപപ്പെട്ടതിനെ ഗവൺമെൻറ് ഭയക്കുകയും ചെയ്യുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അതിൻ്റെ കാരണം. രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളും യുവാക്കളും ഒരുമിച്ചിറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ വലിയ രൂപത്തിൽ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി. അവരതിൻ്റെ ഒരു പ്രയാസത്തെ നേരിട്ടു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആ ഭയം ഇപ്പോൾ പുതിയ പാർട്ടി രൂപപ്പെട്ടപ്പോഴും ഇത് ചർച്ചയായപ്പോഴും അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് കിരൺ റിജിജുവിൻ്റെ ഒരു എക്സ്പോസ്റ്റ് കണ്ടിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നുമല്ല, അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം എന്ന് വാദിക്കുന്നവരെയാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ ഇൻ്റലക്ച്വൽ ടീമിനെയോ വിദ്യാർത്ഥികളെയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരത്തെ ഒന്നും കാണാത്ത തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കിരൺ റിജിജുവിനെ പോലെയുള്ള ഒരാൾ രംഗത്ത് വന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു തരം ലേബലിംഗ് പൊളിറ്റിക്സാണ്. അത് ഈ മോദി ഗവൺമെൻറ് വന്ന കാലം മുതൽ കഴിഞ്ഞ ഒരു 12 കൊല്ലമായി പല ഘട്ടങ്ങളിലായി പല രൂപത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടക്കം മുതൽ 2014 മുതൽ അങ്ങനെ തുടങ്ങി ആ സമയം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ, വർഗീയ അജണ്ടകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്നു ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്, വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ കുറേ പേരുകൾ, കൊല്ലപ്പെട്ട കുറേ പേരുകൾ നമ്മളവിടെ കേട്ടു. അതുപോലെ അരുന്ധതി റോയിയെ പോലെയൊക്കെയുള്ള ആളുകൾ അവർക്ക് ലഭിച്ച പല അവാർഡുകളും, ഗവൺമെൻറ് അവാർഡ് ചെയ്ത പലതും അവർ തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അതിനോട് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ പാർട്ടികളും അതല്ലാത്ത സംഘടനകളും പൊതുവിൽ മതേതരത്വത്തെ മുന്നോട്ട് വെക്കുന്ന പല കൂട്ടായ്മകളും വ്യക്തികളും കർഷകരും എല്ലാവരും പല ഘട്ടങ്ങളിലായി ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ ഒരു തരത്തിലുള്ള ലേബലിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അർബൻ നക്സൽ എന്ന് വിളിച്ചിരുന്നു. പല നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ ഇവർ അർബൻ നക്സലുകളാണ് എന്ന് 2018 എൻ്റെ ഓർമ്മ. ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. ആൻറ്റി നാഷണലുകളാണ്. ഇത് സ്ഥിരമായി പല വാചകങ്ങളിൽ, പല ഭാഷകളിൽ, പല രൂപത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ്. പ്രോ പാകിസ്ഥാനികളാണ്. ഇവരൊക്കെ പാകിസ്ഥാൻ അനുകൂലവാദികളാണ്. പാകിസ്ഥാനിൽ പോകും, അല്ലെങ്കിൽ പാകിസ്ഥാനിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വേള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭ, പാർലമെൻറ്റ്, സാമാജികരുൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് നിയമനിർമ്മാണ സഭകളിൽ പോലും ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി നമുക്ക് കാണാൻ സാധിക്കും. കർഷക സമരം ഉണ്ടായപ്പോൾ ഖാലിസ്ഥാൻവാദികളാണ് എന്നാണ് ഇവർ വാദിച്ചത്. ജിഹാദി എന്നതും ജിഹാദി സപ്പോർട്ടേഴ്സാണ് എന്നുള്ളതും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെയാണ് ആൻറ്റി ഡെവലപ്മെൻറ്റാണ്. ഇവർ വികസന വിരോധികളാണ്. ഇതും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ ആന്തോളൻ ജീവികളാണ്, സമരത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന സ്യൂഡോ സെക്കുലറുകളാണ് എന്ന് തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ആ നിലത്തുള്ള ലേബലിംഗ് കാണാൻ കഴിയും. ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്ന തരത്തിൽ ലേബലിംഗ് നടത്തിയത് കാണാൻ സാധിക്കും. പ്രസ്റ്റിറ്റ്യൂട്ട്, പ്രസ്സിനെ ഇപ്പോൾ കുറേ ഗോതി മീഡിയ ആക്കി പിടിച്ച് അടക്കി വെച്ച് നിർത്തി. പക്ഷേ ആ തരത്തിലും നേരത്തെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ഒരു ലേബലിംഗ് നടത്തും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവർ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഖാലിസ്ഥാനി, ആൻറ്റി നാഷണൽ, പ്രോ പാകിസ്ഥാനി, ജിഹാദി, ഇത്തരം വാക്കുകളൊക്കെ പൊതുവിൽ ആളുകളുടെ മനസ്സിൽ
വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ടീമിനെ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ച് പിന്നെ ലേബൽ ചെയ്യുന്നതിലൂടെ അവർക്കുള്ള ജനപിന്തുണ കുറയും എന്ന ആ ഒരു പിന്നെ പ്രതീക്ഷയാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് കുറേ കാലം ആ നിലക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങൾ അവർ എന്ന ഒരു ബൈനറി ഒരു എന്താ പറയുക, രണ്ട് വിഭാഗങ്ങളാക്കി പിന്നെ നിർത്തി ആ രണ്ടാമത്തെ വിഭാഗത്തെ അവർ വികസനത്തിനെതിരാണ്, അവർ ദേശത്തിനെതിരാണ്, അവർ രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായി നടത്തി കൊണ്ടുപോകാനും ഈ ഒരു ലേബലിന് ഇങ്ങനെ അകത്തേക്ക് വരാതിരിക്കാൻ പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ആ ഒരു തരത്തിലാണ് കാര്യങ്ങളെ ഇവർ കണ്ടിരുന്നത്. അതിന് വിപരീതമായിട്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു അക്കൗണ്ട് തുറന്നു. അതിനെ മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഏറ്റെടുത്തു. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായി. ഒരു നിലക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സമരം ജന്തർ മന്ദർ ഡൽഹിയിൽ നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ഞാൻ പറയുന്നത് കുറേ കാലമായി ലേബലിംഗ് നടത്തി തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ ഇന്ത്യ രാജ്യത്തിന് നിലവിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇതിനനുസരിച്ച് പ്രതിപക്ഷത്തിന് ഉയരാൻ സാധിക്കുക എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത്. അതായത് എന്തൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും അത് ക്യാഷ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലുള്ളൊരു സംഗതി ഇവിടെ വർക്കൗട്ട് ആകണം. അതിന് കഴിയുക നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ സംവിധാനങ്ങൾക്കേ കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഉയരാൻ കോൺഗ്രസ്സിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാനം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് AICCയിലെ പതാക ഉയർത്തൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സോണിയാഗാന്ധി പറയുന്ന അവസ്ഥ ഉണ്ടായി. ഖാർഗെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിപ്പം കേസിലേക്ക് പോകുന്നു. സ്വാഭാവികമായും അതിൻ്റെ അടുത്തൊരു ഘട്ടം അതായിരിക്കും. അതൊരു കേസായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇത്രയെല്ലാം ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു ജാഗ്രത പാലിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്നത് നമുക്കൊരല്പം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഏത് ലേബലിംഗ് നടത്തിയാലും അതിനെയെല്ലാം മറികടന്ന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും പുറത്തേക്ക് വരും. അത് ഈ ഗവൺമെൻറ്റിനൊരു ഭീഷണിയാകും. പക്ഷേ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രതിപക്ഷത്തിന് അത് എത്ര കണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്നത്. അതിനനുസരിച്ച് ഉയരാൻ പ്രതിപക്ഷത്തിന് കഴിയണമെന്നതാണ്.